സുഹൃത്തുക്കളെ, വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ നോൺ ബയോളജിക്കൽ മോദിജിയുടെ ബർത്ത്ഡേ ഈ കോൺഗ്രസ്സുകാർ എല്ലാവരും കൂടെ നശിപ്പിച്ചിരിക്കുകയാണ്. സ്വന്തമായി ഒരു ദൈവം ഭരിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു രാജ്യത്തെ നോൺ ബയോളജിക്കൽ ദൈവമായ പ്രധാനമന്ത്രിയുടെ ബർത്ത്ഡേ തൊഴിലില്ലായ്മ ദിനമായിട്ടാണ് ഈ കോൺഗ്രസ്സുകാർ എല്ലാവരും കൂടി ആഘോഷിക്കുന്നത്. എങ്ങനെ സഹിക്കുമെന്ന് ഞങ്ങൾ ഭക്തർക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഞങ്ങളുടെ ഗോദിജിയുടെ ബർത്ത്ഡേ ലോകത്തിലെ ഒരു മഹാസംഭവമാക്കി മാറ്റാമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇതിനുവേണ്ടി കോടാനുകോടി വരുന്ന ഞങ്ങൾ 2 രൂപ കൂലിക്കാർ ഹാപ്പി ബർത്ത്ഡേ മോദിജി എന്ന ഹാഷ്ടാഗ് എക്സിൽ ട്രെൻഡ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഞങ്ങളുടെ ആ ശ്രമത്തെ സോറോസിന്റെയും ചൈനയുടെയും അമേരിക്കയുടെയും പണം കൊണ്ട് ഈ കോൺഗ്രസ്സുകാരെല്ലാവരും കൂടി അട്ടിമറിച്ചു. ഇത് കണ്ടോ നിങ്ങൾ? ഇവിടെ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ചെയ്യുന്നത് നാഷണൽ അൺഎംപ്ലോയ്മെന്റ് ഡേ, രാഷ്ട്രീയ ബേറോസ്കാർ ദിവസ് എന്ന ഹാഷ്ടാഗാണ്. 1.47 ലക്ഷം പോസ്റ്റുകളുമായി അതാണ് ഇന്ത്യയിൽ ഏറ്റവും ട്രെൻഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ നോൺ ബയോളജിക്കൽ ജിയുടെ ബർത്ത്ഡേ അതിൻ്റെ 1/5 മാത്രമായി വെറും 30,000 പോസ്റ്റുകൾ മാത്രമാണ് ഉള്ളത്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് കോടാനുകോടി വരുന്ന ഞങ്ങൾ ഭക്തർക്ക് ഒരു വിധത്തിലും മനസ്സിലാകുന്നില്ല. ഞങ്ങൾക്ക് എഴുത്തും വായനയും അറിയത്തില്ലാത്തതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ മോദിജി എന്ന് ഞങ്ങൾ എഴുതിയതിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തിയത് കൊണ്ടാണോ ആവോ? ഞങ്ങളുടെ ഗോദിജി വർഷം 2 കോടി തൊഴിലുകൾ വീതം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് തൃപ്തിയായില്ലേ? അതും കഴിഞ്ഞ് 10 വർഷങ്ങളായി വർഷം തോറും 2 കോടി തൊഴിലുകൾ കൊടുക്കാമെന്ന് ഗോദിജി പറഞ്ഞിട്ടും എന്താണ് നിങ്ങൾ വിശ്വസിക്കാത്തത്? തൊഴിൽ കൊടുത്തില്ല പോലും. തൊഴിൽ എന്തോരം തൊഴിലാണ് നോൺ ബയോളജിക്കൽ ജി നിങ്ങൾക്ക് തന്നത്. എന്നിട്ടും തൃപ്തിയായില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ സഹിക്കും? ദേശീയ തൊഴിലില്ലായ്മ ദിനം ആഘോഷിക്കുന്നു. ഞങ്ങളുടെ മോദിജിയുടെ ബർത്ത്ഡേ വിഷസിന് വെറും 30,000, നിങ്ങളുടെ സോറോസിന്റെ തൊഴിലില്ലായ്മ ദിനത്തിന് 1,50,000. ഒരു 40,000 എങ്കിലും തരാൻ മേലായിരുന്നോ? അങ്ങനെയെങ്കിലും 400 പാറിച്ചാൽ ഞങ്ങൾക്ക് സമാധാനിക്കാമായിരുന്നു. ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നുണ്ട് കേട്ടോ. കടിച്ചു പിടിച്ചു നിൽക്കുകയാണ്. രാജ്യം മൊത്തം തൊഴിലില്ലായ്മയാണത്രേ. പക്കാവട ഉണ്ടാക്കുന്നതിനുള്ള തൊഴിലിനുള്ള ഐഡിയ ആരാണ് തന്നത്? അത് വെറും തൊഴിലാണോ? ബിസിനസ് അല്ലേ? അതും ഒരു വിദ്യാഭ്യാസവും ആവശ്യമില്ലാത്ത ബിസിനസ്. അതുപോലെ നിങ്ങൾക്ക് ഈ ഐഡിയ നിങ്ങൾക്ക് തന്നത് കോൺഗ്രസ് ആണോ? അല്ലല്ലോ, ഞങ്ങളുടെ ഗോദിജിയല്ലേ. പക്കാവട ഉണ്ടാക്കാൻ മാവിന്റെ കുറവ് വല്ലതുമുണ്ടെങ്കിൽ അതിനുവേണ്ടിയല്ലേ 5 കിലോ റേഷൻ നിങ്ങൾക്ക് സൗജന്യമായി തന്നത്. ഒരു സ്കില്ലും വിദ്യാഭ്യാസവും ആവശ്യമില്ലാത്ത എത്രയെത്ര തൊഴിലുകളാണ് ഞങ്ങൾ ഉണ്ടാക്കി തന്നത്. രാജ്യത്ത് ഇഷ്ടം പോലെ മസ്ജിദുകളില്ലേ? ആ മുസ്ലിം പള്ളികൾക്ക് മുന്നിൽ പോയി ഡാൻസ് കളിക്കാം. അതെന്തെങ്കിലും വിദ്യാഭ്യാസം ആവശ്യമുള്ള തൊഴിലാണോ? തൊഴിലില്ല പോലും, തൊഴിലില്ല. ഈ കഴിഞ്ഞ ദിവസം കൂടി പശുക്കിടാവിനെ പരിപാലിക്കുന്നതിനുള്ള ഐഡിയ തന്നതല്ലേ? പശുക്കിടാങ്ങളെ എടുത്ത് ഉമ്മ കൊടുക്കുന്നത് ഒരു തൊഴിലല്ലേ? അത് ചെയ്തുകൂടെ? അതിന് എന്തെങ്കിലും വിദ്യാഭ്യാസമോ സ്കില്ലോ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിന്റെ കുറവാ? പശുക്കിടാങ്ങളെ കിട്ടിയില്ലെങ്കിൽ ഗോമാതാവിനെ പരിപാലിക്ക്. ഇനി അതുമല്ലെങ്കിൽ ഗോപിതാവ് കാളയെ പരിപാലിക്ക്. ഇനി അതുമല്ലെങ്കിൽ പശു സംരക്ഷകരുടെ ജോലി ചെയ്തുകൂടെ? കുറെ കുറുവടിയും തോക്കുമൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ചുമ്മാ ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന ജോലിയല്ലേ? പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ. അവിടെയാണല്ലോ തൊഴിലില്ലായ്മ കൂടുതലാണ് എന്ന് പറയുന്നത്. ഏറ്റവും തൊഴിലില്ലായ്മയുള്ളത് ഹരിയാനയിലാണെന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ നിങ്ങൾ കണ്ടതല്ലേ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കുറെ കുട്ടികൾ അവിടെ ഗോമാതാവിനെ സംരക്ഷിച്ചത്? അത് ഒരു ചെറുകിട ബിസിനസ്സായി 5-6 പേർ ചേർന്ന് ചെയ്യാവുന്ന തൊഴിലല്ലേ? തൊഴിലില്ലായ്മയാണ് പോലും തൊഴിലില്ലായ്മ. രാഷ്ട്രീയ തൊഴിലില്ലായ്മ ദിനം ആചരിക്കുന്നു. ഇനി അതുമല്ലെങ്കിൽ ഡ്രെയിനേജിൽ പൈപ്പിട്ട് അതിൽ നിന്ന് ഫ്രീ ആയി കിട്ടുന്ന ഗ്യാസ് കൊണ്ട് അതിലൂടെ ഒഴുകുന്ന വെള്ളം ഫ്രീ ആയി എടുത്ത് ചായ ഉണ്ടാക്കി കൊടുക്കാൻ മേലെ? അതിനുള്ള ഐഡിയ തന്നത് ആരാണ്? നിങ്ങളുടെ രാജകുമാരൻ രാഹുൽ ഗാന്ധി ആണോ? അല്ലല്ലോ, ഞങ്ങളുടെ നോൺ ബയോളജിക്കൽ ദൈവമല്ലേ, ഞങ്ങളുടെ ശാസ്ത്രജ്ഞൻ. അതും ഒരു വിദ്യാഭ്യാസവും ആവശ്യമില്ലാത്ത ആർക്കും ചെയ്യാവുന്ന തൊഴിലല്ലേ? രാജ്യത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു ആവശ്യവുമില്ല എന്നുള്ളതിന് തെളിവല്ലേ ഈ തൊഴിലുകളൊക്കെ? കുറെ കോൺഗ്രസ്സുകാർ ഇറങ്ങിയിരിക്കുന്നു പഠിച്ച് വലിയ വിദ്യാഭ്യാസവുമായി, എന്നിട്ട് തൊഴിലില്ലെന്ന് പറഞ്ഞ് നടക്കുന്നു. നിങ്ങൾക്ക് പഠിപ്പുള്ളതിന് വിദ്യാഭ്യാസമുള്ളതിന് ഞങ്ങളുടെ മോദിജിയാണോ കുറ്റക്കാരൻ? മോദിജി നേരിട്ട് അതിനുള്ള മാതൃക കാണിച്ചു തന്നതല്ലേ? ഇനി നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അത്യാവശ്യം അറിയാമെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി പോരാളിയാകൂ. കോടിക്കണക്കിന് തൊഴിലില്ലാത്തവർക്കല്ലേ ഞങ്ങൾ ജോലി കൊടുത്തത്. വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട, ജസ്റ്റ് എഴുതാനും വായിക്കാനും കഷ്ടി അറിഞ്ഞാൽ മതി. പിന്നെ ഏത് വൃത്തികേടും വിവരക്കേടും വിളിച്ചു പറയാനുള്ള ഉളുപ്പില്ലായ്മയും ഫേക്ക് ന്യൂസുകൾ ഒരു നാണവും മടിയുമില്ലാതെ പ്രചരിപ്പിക്കാനുള്ള മനസന്നദ്ധതയും മാത്രം മതി. അതിന് മുൻപരിചയം ഒന്നും ആവശ്യമില്ല. അതിനുള്ള എല്ലാ ട്രെയിനിങ്ങും ഞങ്ങൾ കൊടുക്കുന്നതല്ലേ? തൊഴിൽ കൊടുത്തില്ലത്രേ. അതിന് ഓരോ ചീറ്റിനും 2 രൂപ വെച്ച് കൂലി കിട്ടും. അതുപോലെ ദിവസം 100 ചീറ്റ് ചെയ്താൽ 200 രൂപ. പിന്നെ മോദിജി തരുന്ന 5 കിലോ ഫ്രീ റേഷൻ കൂടി ആയാൽ
സുഭിക്ഷമല്ലേ? എന്തിന്റെ കുറവാ ഉള്ളത്? അതും വലിയ ഒരു ട്വീറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മോദിജി വിശ്വഗുരുവാണ്, മോദിജി യുദ്ധം നിർത്തി, മോദിജിക്ക് വേണ്ടി വിദേശത്ത് പെരുമ്പറ മുഴക്കുകയാണ്. അങ്ങനെ എത്രയെത്ര കാര്യങ്ങളാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ രാജ്യദ്രോഹി, പാകിസ്ഥാനി, പിന്നെ വായിൽ വരുന്ന ഏത് വൃത്തികെട്ട തെറിയും വിളിക്കാം. അതിനെല്ലാം 2 രൂപ വെച്ച് കിട്ടും. മോശമാണോ? ഓരോ ഫേക്ക് വീഡിയോയ്ക്കും 3 രൂപ വെച്ച് തരും. രാഹുൽ ഗാന്ധി റിസർവേഷൻ പരിധി 50% എന്നുള്ളത് നിർത്തലാക്കും എന്ന് പറയുന്ന വീഡിയോയുടെ റിസർവേഷൻ എന്ന ഭാഗവും നിർത്തലാക്കും എന്ന ഭാഗവും കൂടി കട്ട് ചെയ്ത് യോജിപ്പിച്ച് രാഹുൽ ഗാന്ധി റിസർവേഷൻ നിർത്തലാക്കും എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാം. എത്ര എളുപ്പമുള്ള പണിയാണ്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് രാഹുൽ ഗാന്ധി രാജ്യദ്രോഹിയാണ് എന്ന് പറയാം. पिछले जन्म में क्या पाप किया था, हिंदुस्तान में पैदा हुए, ये कोई देश है? സോറി, ഇത് മോദിജി പറഞ്ഞതാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞ വീഡിയോ ഇടാൻ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സോറോസ് എന്റെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തു തന്നെയാണ്. ഇനി അതുമല്ലെങ്കിൽ ഇതുപോലെ മോദിജിയെ വിശ്വകർമാവാക്കി പൂജിക്കുന്നതും ആരതി ഒഴിയുന്നതുമായുള്ള വീഡിയോ പോസ്റ്റ് ചെയ്താൽ മതി. അതിന് നിങ്ങളുടെ കുട്ടികളെയും കഴിയുന്നത്ര ആളുകളെയും വിളിച്ചുകൂട്ടി ചെയ്താൽ ഓരോ ആളുകൾക്കും 3 രൂപ വീതം നൽകുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കും മനസ്സിലാവും സ്കൂളിൽ പോകേണ്ടത്, പഠിക്കേണ്ടത് ഒരു ആവശ്യവുമില്ലാത്ത കാര്യമാണെന്ന്. ഈ പുതിയ ജോലികളെല്ലാം 2014 മുതൽ മോദിജി ഉണ്ടാക്കിയതല്ലേ? 2014 മുൻപ് ഇങ്ങനെയുള്ള ജോലികൾ ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമായിരുന്നോ? മസ്ജിദിന്റെ മുന്നിൽ ഡാൻസ് ചെയ്യുന്ന ജോലി, പശു സംരക്ഷകന്റെ ജോലി, IT സെല്ലിലെ ജോലി, പക്കാവട ഉണ്ടാക്കുന്ന ജോലി, ഡ്രെയിനേജിലെ ഗ്യാസിൽ നിന്ന് ചായ ഉണ്ടാക്കുന്ന ജോലി, അങ്ങനെ എന്തെല്ലാം നൂതനമായ ജോലികളാണ് മോദിജി കണ്ടുപിടിച്ചത്. എന്നിട്ടും തൊഴിലില്ല എന്ന് പറഞ്ഞ് ദേശീയ തൊഴിലില്ലായ്മ ദിനം മോദിജിയുടെ ബർത്ത്ഡേ ദിനത്തിൽ ആഘോഷിക്കുന്നു. അല്ലെങ്കിൽ റീൽ ഉണ്ടാക്കുന്ന ജോലി, അത് എങ്ങനെയാണ് എന്ന് അറിയില്ലെങ്കിൽ ഞങ്ങളുടെ റീൽ മന്ത്രി അശ്വനി വൈഷ്ണവിനോട് ചോദിച്ചാൽ മതി. ചുമതല റെയിൽ മന്ത്രാലയത്തിന്റെ ആണെങ്കിലും ട്രെയിൻ അപകടങ്ങൾ തുടർക്കഥയാണെങ്കിലും എന്തോരം റീലുകളാണ് നമ്മുടെ റീൽ മന്ത്രി ഉണ്ടാക്കുന്നത്. കണ്ടു പഠിക്കണം നിങ്ങൾ. കേന്ദ്രമന്ത്രിക്ക് വരെ റീൽ ഉണ്ടാക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പാടില്ല? പഠിപ്പും വിവരവും ഉള്ളവർക്കുള്ള ജോലി മോദിജി സൃഷ്ടിക്കാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെയുള്ള ജോലി ചെയ്തെങ്കിൽ നിങ്ങൾക്ക് സുഭിക്ഷമായി ജീവിക്കാനുള്ള വരുമാനമുണ്ടാവും. അപ്പോൾ നിങ്ങൾ കുടുംബവും കുട്ടികളും ഒക്കെയായി നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കും. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ നമ്മുടെ നോൺ ബയോളജിക്കൽ രാജ്യത്തിന്റെ സ്ഥിതി എന്താവും? ആളുകൾ സംസ്കാരമുള്ളവരായി പോവുകയില്ലേ? അങ്ങനെ വന്നാൽ രാജ്യം നശിച്ചു പോകും. പിന്നെ പശു സംരക്ഷകരായിട്ട് ആരെയാണ് ലഭിക്കുക? മസ്ജിദുകളുടെ മുന്നിൽ ഡാൻസ് കളിക്കാൻ ആരെയെങ്കിലും ലഭിക്കുമോ? ഇങ്ങനെയുള്ള സാംസ്കാരിക കലാപരിപാടികൾ ഇല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ മോദിജി തന്നെ 35 വർഷം ഒരു ജോലിയും ചെയ്യാതെ ഭിക്ഷയെടുത്താണ് ജീവിച്ചതെന്ന് നിങ്ങൾക്കറിയാവുന്നതല്ലേ? അദ്ദേഹം ഇപ്പോൾ ആരാ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. സ്കൂളിൽ പോവുകയും പഠിക്കുകയും ചെയ്ത രാഹുൽ ഗാന്ധിയോ പ്രധാനമന്ത്രി ആയോ? ഇല്ലല്ലോ. അതുകൊണ്ട് തൊഴിലില്ല എന്ന പറച്ചിൽ നിർത്തി ആത്മനിർഭർ ആകാൻ ശ്രമിക്കുക. നിങ്ങൾ പഠിക്കുകയും വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ആയെങ്കിൽ കോൺഗ്രസുകാർ ആയി പോകും. അത് നമ്മുടെ നോൺ ബയോളജിക്കൽ മോദിജിയുടെ രാജ്യത്തിനെതിരെയുള്ള രാജ്യദ്രോഹമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ.